കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ ദുരൂഹതയേറുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം മോചിതമാക്കിയിട്ടുണ്ട്. കുട്ടിയെ ഹാജരാക്കാൻ CWC നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ഒളിവിൽ കഴിയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാർ നൽകിയ മുൻകൂർ ജാമ്യം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, കളമശ്ശേരി ജനന സർട്ടിഫിക്കറ്റിന്റെ കേസിൽ ദുരൂഹതയേറുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CWC കുട്ടിയെ ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലാണ് നടക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ ദമ്പതികളാണ് കുട്ടിയെ ദത്തെടുത്തിരിക്കുന്നത്. അവരിൽ നിന്നും കുട്ടിയെ CWCയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. CWCയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ പോലീസിന്റെ സഹായം തേടുമെന്ന് ഇന്നലെ CWC അംഗങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കും. അതേസമയം ഈ കേസിൽ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ചമച്ച കേസിൽ പ്രതിയായിട്ടുള്ള അനിൽകുമാർ ഒളിവിലാണ്. അയാൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ അനിൽകുമാർ ഇന്ന് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതായത് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ അയാൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുകയാണ്. ഒരു അറസ്റ്റ് എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ അപേക്ഷ പരിഗണിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകൂ. അത് സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാകൂ. എന്തായാലും കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. കുഞ്ഞിനെ CWC ഏറ്റെടുക്കും എന്നാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. 10 മണിക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി വ്യാജ ജനന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുള്ള വിവിധ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ, അതുപോലെ തന്നെ ക്രമക്കേടുകൾ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ മുൻനിർത്തിയാണ് ഇന്ന് BJP മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ മാർച്ചും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. ആതിര. വ്യക്തമാണ് അശ്വതി. കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ ദുരൂഹതയേറുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം മോചിതമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടിയെ ഹാജരാക്കാൻ CWD നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ഒളിവിൽ കഴിയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാർ നൽകിയ മുൻകൂർ ജാമ്യം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അശ്വതി.